ഇന്ന് അല്പം മുമ്പ് രാവിലെ കാട്ടുപന്നി ഇവിടെ ആക്കുളത്ത് വാഹനമിടിച്ച് ഏതാണ്ട് 5-6 മണിക്കൂറുകളോളം റോഡിൽ കിടന്നിരുന്നു. വൈകി വനവകുപ്പ് അധികൃതരെത്തി ഈ കാട്ടുപന്നിയെ ഇപ്പോൾ വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതാണ്ട് 6-7 മണിക്കൂറോളം ഈ റോഡരികിൽ കിടന്ന ശേഷമാണ് കാട്ടുപന്നിയെ രക്ഷിക്കാനായി വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയത്. പക്ഷേ അത് രക്ഷിക്കാനായില്ല. ഏറ്റവും ഒടുവിൽ അതിനെ വെടിവെച്ച് കൊന്നു എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. വി അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ്, നമ്മൾ കണ്ടതാണ് രാവിലെ 5:30-ക്കുണ്ടായ സംഭവമാണ്. പിന്നീട് മണിക്കൂറുകൾ കാത്തുനിന്നു അതിൻ്റെ ജീവൻ രക്ഷിക്കാനായി. വഴിയാത്രക്കാരൊക്കെയാണ് അതിന് വെള്ളവും മറ്റും കൊടുത്തത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? രാവിലെയാണ് ആക്കുളം ബൈപ്പാസിൽ കാട്ടുപന്നിയെ വാഹനമിടിച്ച നിലയിൽ കണ്ടെത്തിയത്. മണിക്കൂറുകളോളം അതവിടെ കിടന്നു. മരണത്തോട് മല്ലിടുന്നത് ആളുകൾക്ക് കാട്ടുപന്നി ശല്യമാണെങ്കിൽ പോലും ആളുകൾക്ക് വിഷമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. വലിയ ആൾക്കൂട്ടം ഈ റോഡിൽ ബൈപ്പാസ് റോഡിലുണ്ടായി. രാഹുൽ ഗാന്ധി ഇന്ന് ഇതുവഴി യാത്ര ചെയ്തിരുന്നു. അതോടുകൂടി സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി ഉയർത്തിയാണ് ഈ കാട്ടുപന്നിയെ ഒഴിവിടുന്നത് മാറ്റാനും വെടിവെച്ച് കൊല്ലാനും തീരുമാനിച്ചത്. നഗരസഭയാണ് അത്തരം തീരുമാനമെടുത്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ്, ഏതാണ്ട് 7 മണിക്കൂർ ശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്. മണിക്കൂറുകളോളം കിടന്ന കാട്ടുപന്നിയെ പിന്നീട് വെടിവെച്ച് കൊന്ന് കുഴിച്ചുമൂടുകയായിരുന്നു. കോർപ്പറേഷന്റെ കൂടി ഇടപെടൽ അതിലുണ്ട്. വനംവകുപ്പ് എത്തിയിരുന്നില്ല. RRT അറിയിച്ച് അത് മറ്റൊരു ജോലിയിലാണ്. RRT തിരക്കില്ലെന്ന് അവർ ഉദ്യോഗസ്ഥർ അറിയിച്ചു. അങ്ങനെയാണ് പിന്നീട് നഗരസഭ എത്തി. നഗരസഭയുടെ ഷൂട്ടറെ കൊണ്ടുവന്ന് ഇതിനെ ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത് എത്തിച്ച് പൗണ്ട് കടവിലെ ആളൊഴിഞ്ഞ പ്രദേശത്ത് എത്തിച്ച് വെടിവെച്ച് കൊന്ന് മറവ് ചെയ്തത്. അതിനെ വനംവകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതോടുകൂടിയാണ് മറ്റു വഴികളില്ലാതെ നഗരസഭ ഇതിനെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനമെടുത്തത്. കാരണം അതൊരു മൃതപ്രായമായിരുന്നു. മണിക്കൂറുകളോളം റോഡിൽ കിടന്ന അവസ്ഥയാണ്. പുലർച്ചെ 5 മണിയോടുകൂടി എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അവിടുന്ന് 7 മണിക്കൂറോളം റോഡിൽ കിടന്ന് കടുത്ത വെയിലും ഒക്കെയാണ്. സ്വാഭാവികമായും ഈ ബൈപ്പാസിൽ ആളുകൾ കൂടി രാഹുൽ ഗാന്ധി കടന്നു പോകുന്ന വഴിയാണ്. അവിടെ സുരക്ഷാ പ്രശ്നമുണ്ടായി. അതുകൊണ്ട് പോലീസിൻ്റെ വേഗം ഇവിടുന്ന് മാറ്റണമെന്ന ആവശ്യം പോലീസിൽ നിന്നുമുണ്ട്. അങ്ങനെയാണ് വനംവകുപ്പ് ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ ഇതിനെ കൊണ്ടുവന്ന് വെടിവെച്ച് കൊല്ലാൻ നഗരസഭ തീരുമാനിച്ചത്. പൗണ്ട് കടവിലെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയാണ് ഈ കാട്ടുപന്നിയെ കുഴിയിലിട്ട് വെടിവെച്ച് കൊന്ന് പിന്നീടത് മൂടിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.